പിണറായി വിജയന്റെ ഗൺമാൻമാർക്ക് എതിരായ മർദ്ദനക്കേസിൽ ADGP MR അജിത് കുമാറിന് കുരുക്കുമുറുകുന്നു. കേസ് എഴുതിത്തള്ളാൻ അജിത് കുമാർ കേസ് ഡയറി തിരുത്തിച്ചുവെന്ന് SITയുടെ കണ്ടെത്തൽ. ഇതിനായി 2024 വയനാട് ദുരന്തത്തെ മറയാക്കിയെന്നും റിപ്പോർട്ട്. അജിത് കുമാറിന് എതിരെ പ്രത്യേക സംഘം DGPക്ക് റിപ്പോർട്ട് സമർപ്പിക്കും. ഡോക്ടർ രത്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയാകുന്നതിൽ ഭരണത്തിലുള്ളവർ മറുപടി പറയട്ടെ എന്ന് KC വേണുഗോപാൽ. നിയമനത്തിലെ ഡീൽ വൈകാതെ പുറത്തുവരുമെന്ന് MV ഗോവിന്ദൻ. പ്രതിപക്ഷ വിമർശനങ്ങൾക്കിടെ ഖേൽക്കർ ഇന്ന് തന്നെ ചുമതലയേൽക്കുന്നത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം. വ്യവസായ വകുപ്പ് ഡയറക്ടറുടെ നിയമനം ആഭ്യന്തരകാര്യമെന്നും മാധ്യമങ്ങളെ അറിയിക്കേണ്ടതില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി. UDF അധികാരമേറ്റ 6ാം നാൾ മുൻ മന്ത്രി റോഷി അഗസ്റ്റിന് എതിരെ വിജിലൻസ് അന്വേഷണം. നടപടി മലങ്കര ടൂറിസം പദ്ധതിയിലെ 112 കോടി രൂപയുടെ ക്രമക്കേട് പരാതിയിൽ. ഇടുക്കി വിജിലൻസ് DYSP അന്വേഷിക്കും. പദ്ധതി നടപ്പാക്കിയത് PPP മാതൃകയിൽ സുതാര്യമായെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും റോഷി അഗസ്റ്റിൻ. പദ്ധതിയുടെ ആകെ ചെലവാണ് 112 കോടിയെന്നും റോഷി അഗസ്റ്റിൻ. നടൻ ടിനി ടോമിന് എതിരെ താരസംഘടനയായ അമ്മയ്ക്ക് പരാതി നൽകി നടി നീന കുറുപ്പ്. സംഘടനയുടെ കുടുംബസംഗമത്തിൽ ടിനി അപമാനിച്ചു എന്ന് നീന. അൻസിബയോട് ഓഫീസിൽ എത്താൻ നിർദ്ദേശം ഒപ്പമുണ്ടെന്ന് WCC. അൻസിബയ്ക്ക് എതിരെ ആരോപണവുമായി അമ്മ വൈസ് പ്രസിഡന്റ് ലക്ഷ്മി പ്രിയ. CBSE +2 മൂല്യനിർണ്ണയ പ്രതിസന്ധിയിൽ ഇടപെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി. വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ CBSEയിൽ നിന്ന് റിപ്പോർട്ട് തേടി. ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയുണ്ടാവും. ഫീസ് അടച്ചിട്ടും നിരവധി വിദ്യാർത്ഥികൾക്ക് ഇനിയും ഉത്തരക്കടലാസിന്റെ പകർപ്പ് കിട്ടിയിട്ടില്ല. അധികമായി ഈടാക്കിയ ഫീസ് തിരിച്ചു നൽകുമെന്ന് CBSE. IPL സൂപ്പർ 4ലെ 4ാമത്തെ ടീമിനെ ഇന്നറിയാം. 3:30 മുംബൈ രാജസ്ഥാനെയും 7:30 കൊൽക്കത്ത ഡൽഹിയെയും നേരിടും. ഇന്ന് ജയിച്ചാൽ രാജസ്ഥാൻ സൂപ്പർ 4ൽ.